തൊടുപുഴയിൽ ബിസിനസ് പങ്കാളിയെ കൊട്ടേഷൻ നൽകി തട്ടിക്കൊണ്ടുപോയി കൊലപ്പെടുത്തിയ സംഭവത്തിൽ മുഖ്യപ്രതി ജോമോനുമായി തെളിവെടുപ്പ് തുടരുകയാണ്. അതിലെ ഉപയോഗിച്ച വാൻ കണ്ടെടുത്തിട്ടുണ്ട്. രാഹുൽ വിജയനാണ് ഇടുക്കിയിൽ നിന്ന് ചേരുന്നത്. രാഹുൽ, ഗുഡ് മോർണിംഗ്. ഈ കേസിൽ തെളിവെടുപ്പ് തുടരുകയാണ്. വാൻ കണ്ടെത്തിയിട്ടുണ്ട്. വളരെ നിർണായകമായ ഒരു തൊണ്ടുമുതലാണല്ലേ? കൃഷ്ണ, തീർച്ചയായിട്ടും ഈ കാണുന്ന വാനാണ്, ഈ ഓമിനി വാനിലാണ് ബിജു ജോസഫിനെ തട്ടിക്കൊണ്ടുപോയി കൊലപ്പെടുത്തിയത് എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. വ്യാഴാഴ്ച പുലർച്ചെയാണ് ഈ വാഹനത്തിൽ ഈ പ്രതികൾ 4 പേരും ചേർന്ന്, അതായത് മുഖ്യപ്രതി ജോമോനാണ് ഈ വാഹനം ഓടിച്ചിരുന്നത്. ജോമോൻ ഓടിക്കുന്നു. അതിനുശേഷം ആഷിഖും മുഹമ്മദ് അസ്ലമും ജോമിനും ഉൾപ്പെടെ ഈ വാഹനത്തിലുണ്ടായിരുന്നു. തട്ടിക്കൊണ്ടുപോയി ഈ ബിജുവിനെ തട്ടി വീഴ്ത്തിയതിനു ശേഷം, ബിജു സഞ്ചരിച്ചിരുന്ന സ്കൂട്ടർ തട്ടി വീഴ്ത്തിയതിനു ശേഷം ബിജുവിനെ ഈ വാഹനത്തിനകത്തേക്ക് കയറ്റുകയും വാഹനത്തിനുള്ളിൽ വെച്ച്, ഈ ഓമിനി വാനിൽ വെച്ച് അതിക്രൂരമായി മർദ്ദിക്കുകയും ചെയ്തിരുന്നു. ആ വാഹനം ഈ സംഭവത്തിന് ശേഷം ഉപേക്ഷിക്കുകയായിരുന്നു എന്നാണ് ഈ പ്രതികൾ പറഞ്ഞിരുന്നത്. പക്ഷെ അങ്ങനെ ഉപേക്ഷിക്കുകയല്ല ചെയ്തത്. ശരിക്കും ഈ വാഹനം ഈ ജോമോൻ്റെ സുഹൃത്തായിട്ടുള്ള ഒരാളുടെ വണ്ടിയാണ്. ജോമോൻ്റെ ഭാര്യനെ ആശുപത്രി കൊണ്ടുപോകാനെന്ന പേരിൽ ഈ വാഹനം ഇവിടെ നിന്ന് എടുത്തുകൊണ്ട് പോവുകയായിരുന്നു. തുടർന്ന് വ്യാഴാഴ്ച രാവിലെ ഈ കൃത്യം നടത്തിയതിന് ശേഷം ആ വാഹനം അതേപടി ഇവിടെ തന്നെ കൊണ്ടിട്ടു. ഇങ്ങനെ ഒരു കൊലപാതകം നടത്തിയിട്ടുണ്ട് എന്നൊന്നും ഈ സുഹൃത്തിന് അറിയില്ലായിരുന്നു എന്നുള്ളതാണ് നമ്മളോട് അല്പസമയം മുമ്പ് അദ്ദേഹം സംസാരിക്കുമ്പോൾ പറയുകയും ചെയ്തിരിക്കുന്നത്. ഫോറൻസിക് സംഘത്തിൻ്റെ വിശദമായിട്ടുള്ള പരിശോധനയാണ് ഇവിടെ നടക്കുന്നത്. ഈ കേസിലെ പ്രധാനപ്പെട്ട തെളിവാണ് ഈ വാഹനത്തിൽ തട്ടിക്കൊണ്ടുപോയി എന്നുള്ളതായിരുന്നു ആദ്യം മുതൽ തന്നെ സൂചന ഉണ്ടായിരുന്നു. ഇന്നലെയാണ് പോലീസ് ഈ വാഹനം എവിടെയാണെന്നുള്ളത് കണ്ടെത്തുകയും ചെയ്തിരിക്കുന്നത്. മാത്രമല്ല, നിലവിൽ ഈ ജോമോനെ ഉൾപ്പെടെ ഇവിടെ എത്തിച്ച് തെളിവെടുക്കുകയും ചെയ്തിട്ടുണ്ട്. ഇന്നലെ ഈ ജോമോനെയും അതുപോലെ തന്നെ കേസിലെ മറ്റു 2 പ്രതികളായിട്ടുള്ള ജോമിനെയും മുഹമ്മദ് അസ്ലത്തെയും പോലീസ് കസ്റ്റഡിയിൽ വാങ്ങിയിട്ടുണ്ട്. ഈ വാഹനം ഉൾപ്പെടെ കണ്ടെത്തുക, തെളിവെടുക്കുക എന്നുള്ളതായിരുന്നു പോലീസിന്റെ പ്രധാന ലക്ഷ്യം. അതിന്റെ ആദ്യഘട്ടമായിട്ടാണ് ഈ വാഹനം കണ്ടെത്തി, തട്ടിക്കൊണ്ടുപോകാൻ ഉപയോഗിച്ച വാഹനം കണ്ടെത്തി ഇവിടെ കൊണ്ടുവന്ന് ഈ തെളിവെടുപ്പ് നടക്കുന്നത്. എന്തായാലും ശാസ്ത്രീയമായിട്ടുള്ള തെളിവ് ശേഖരണമാണ് ഫോറൻസിക് സംഘം ഇവിടെ നടത്തുന്നത്. ഈ വാഹനത്തിനുള്ളിൽ രക്തക്കറ ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ ഉണ്ടായിരുന്നു എന്നുള്ളതാണ് ഫോറൻസിക് സംഘത്തിന്റെ ആദ്യത്തെ പരിശോധനയിൽ മനസ്സിലാക്കുകയും ചെയ്തിട്ടുള്ളത്.